ഹായ് എവരി വൺ, എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ നല്ലൊരു ഫോള് കണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ ബാങ്ക് നിഫ്റ്റി ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 22,500 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തു ആൻഡ് 49,000 എന്ന ലെവൽ ബാങ്ക് നിഫ്റ്റിയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ അതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞു സ്ട്രെങ്ത്ത് കുറവാണ് എന്നുള്ള കാര്യങ്ങൾ, ഇനി മേളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത്ത് കുറവാണെന്ന് പറഞ്ഞു. ആൻഡ് ഒന്ന് കൺസോൾട്ടേഷൻ വന്നു. അന്നത്തെ ദിവസവും നമ്മൾ ഒന്ന് പറഞ്ഞു, ബിക്കോസ് നമ്മൾ ഒരു ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യാനാണെങ്കിലും ഒരിക്കലും ഒരു പൊസിഷണൽ ട്രേഡിലേക്കൊന്നും അത് പോകരുത്. വേണമെങ്കിലൊന്ന് ഡേ ഹൈ ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കാം, ബട്ട് മാക്സിമം ചാൻസ് വരുന്നത് താഴേക്ക് വരാനുള്ള ചാൻസാണ്. അപ്പോൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ആൻഡ് ഓൾറെഡി നമ്മൾ ആ 22,500 ആൻഡ് 49,000 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ ട്രേഡ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്നു. എന്തായാലും നമുക്ക് ചാനൽ നോക്കുമ്പോൾ ഒന്ന് കാണാം. ആൻഡ് എന്തായാലും ലെവൽസ് ഒന്ന് ബ്രേക്ക് ചെയ്തു. ഇനി അതിൻ്റെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിന്നൊന്ന് എന്തായാലും ഡിസ്കസ് ചെയ്യണം. ആൻഡ് FIDI അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അവരും നല്ല രീതിയിൽ ബിയറിഷ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. അതോടൊപ്പം തന്നെ OIL എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായത്. നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് നിഫ്റ്റി ഉണ്ടായത്. ആൻഡ് 22,800 എന്ന ലെവൽ നമ്മൾ പറഞ്ഞു. അവിടെ ജസ്റ്റ് നമുക്കൊരു കോൾ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 22,800 എന്ന ലെവൽസിൽ. അവിടെ നിന്ന് നിഫ്റ്റി ഒന്ന് ട്രൈ ചെയ്തു ആൻഡ് അവിടെ നിന്നാണ് നിഫ്റ്റിക്ക് ഒരു ഫോൾ ഉണ്ടായത്. നമുക്ക് ഒരു ഡിമാൻഡ് സോണിൽ അറിയാം, ഡിമാൻഡ് സോണിൽ നിന്നാണ് നമുക്ക് ഒരു ചെറിയ പുൾ ബാക്കിന് വേണ്ടി വൺസ് ഡിമാൻഡ് സോണും ബ്രേക്ക് ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ഫോളാണ്. ബട്ട് ഡിമാൻഡ് സോണിനേക്കാളും അത്യാവശ്യം ഏറ്റവും നല്ല ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നിഫ്റ്റി നമുക്ക് നല്ലൊരു സപ്പോർട്ടൊക്കെ തരുന്നത് നമ്മുടെ 22,500 എന്ന ലെവലാണ്. ഓൾറെഡി അത് നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ അത് മെൻഷൻ ചെയ്തിരുന്നു. ആൻഡ് 22,500 ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ ആണെങ്കിലും നമ്മുടെ ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൺസ് 22,500 ബ്രേക്ക് ചെയ്തു അവിടെ നമുക്കൊരു വീണ്ടും റീടെസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പിന്നെയും നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് വീണ്ടും ആ ലെവലിലേക്ക് രണ്ടാമതും ഒരു റീടെസ്റ്റിന് വേണ്ടി വന്നു. സ്റ്റിൽ അവിടെ ഫെയിലായി താഴേക്ക് പോയി. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഓവറോൾ ലാസ്റ്റത്തെ ഒരു OI അനാലിസിസിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന ലെവൽസും ആൻഡ് അതിൻ്റെ ഒരു ഫോള് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ OI അതെങ്ങനെയാണ് നമുക്ക് എടുത്തേക്കുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ OIs ഒന്ന് പരിശോധിക്കാം. OIയിൽ എവിടെയാണ് നമുക്ക് മാക്സിമം കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഒക്കെ വരുന്നേക്കുന്നത് എന്ന് നിഫ്റ്റി ഒന്ന് നോക്കാം. ഓക്കെ, നിഫ്റ്റിക്ക് 22,500 സ്റ്റിൽ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആണുള്ളത് ഇനി വരുന്ന എക്സ്പയറിക്ക്. ആൻഡ് താഴേക്ക് നല്ല വീക്കായിട്ട് എല്ലാ സ്ഥലത്തും നല്ല വീക്കായിട്ട് പുട്ട് റൈറ്റിംഗ് ഒന്നുമില്ല. ബട്ട് കോള് 22,600 ആൻഡ് 22,700 ഒക്കെ കോൾ വരുന്നുണ്ട്. അപ്പോൾ 22,700 ആൻഡ് 22,800 ഏറ്റവും നല്ല കോൾ ബിൽഡിങ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നത് 23,000 ആയിരുന്നു. ഇപ്പോൾ 22,800 വന്നിട്ടുണ്ട്. ആൻഡ് 22,700 നല്ല കോൾ റൈറ്റിംഗ് വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് 22,600 to 22,500 ലെവലിൽ ഒരു ചെറിയ സ്ട്രാഡിൽ ഫോർമേഷൻ പോലെ വരുന്നുണ്ട്. ബിലോ ദാറ്റ് നമുക്ക് നല്ല വീക്ക്നെസ് ആണ്. ആൻഡ് 22,000 നല്ല സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 22,000 ആണ്. ഇപ്പോൾ നമുക്ക് 22,300 ലെവൽസൊക്കെ ഒന്ന് കളയാം. ഏകദേശം നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് അങ്ങനത്തെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമുക്ക് ഫ്ലാറ്റാണ് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് 22,800 ഇപ്പം നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് അവിടെ നല്ല ഹെവി ആയിട്ട് തന്നെ നിൽക്കുന്ന ഓൾറെഡി റിട്ടേൺ ആണ് അവിടെ നമ്മൾ. പിന്നെ നമുക്ക് 22,700 പറഞ്ഞായിരുന്നു. അപ്പോൾ 22,700 നമുക്ക് റെസിസ്റ്റൻസ് കയറി വരുന്നുണ്ട്. ബട്ട് 22,800 അത്രയും ഇല്ല. അപ്പോൾ നമുക്കൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് ലൈറ്റായിട്ട് തന്നെ വെക്കാം. ആൻഡ് പിന്നെ നമുക്ക് 22,500 ആണ് നമുക്കൊരു സ്ട്രാഡിൽ ഫോർമേഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 22,500
ഓൾറെഡി നമ്മൾ അവിടെ ഒരു നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലൈനായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലൈനിൽ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിലും കൂടി ഒരു ഗ്രീൻ ലൈനും കൂടി അടയാളപ്പെടുത്താണ്. സോ നമുക്ക് അവിടെ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ അവിടെ കാണിക്കുന്നുണ്ട്, ഒരു കൺസോൾട്ടേഷനിലുള്ള ചാൻസ് അവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക, 22,500 ഇപ്പോൾ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ. ബിലോ നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞും കൊണ്ട് വരുന്നുണ്ട്. ആൻഡ് മാക്സിമം സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ് നമുക്ക് 22,000 നമുക്ക് നല്ല സപ്പോർട്ട് റേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ 22,000 നമ്മൾ സപ്പോർട്ടിന് വേണ്ടി വരയ്ക്കുക. അപ്പോൾ അതാണ് ഒരു അനാലിസിസ് വെച്ചിട്ട് നിഫ്റ്റിയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്, 22,500 ഉണ്ട്. ആൻഡ് മേളിലേക്ക് നമുക്ക് 22,600 സ്ലൈറ്റ്ലി റെസിസ്റ്റൻസ് ഉള്ളൂ. മാക്സിമം കുറച്ചും കൂടി നല്ല റെസിസ്റ്റൻസ് വരുന്നത് 22,500 തന്നെ, 22,700, ദെൻ അതിൻ്റെ മേളിൽ 22,800. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായി, OAL വെച്ചിട്ട് നമ്മുടെ ആ ഒരു ലെവൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ആ ഒരു ലെവൽസിൽ തന്നെയായിരുന്നു. ഒന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ദെൻ 49,500 എന്ന ലെവലിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ മേളിൽ സപ്ലൈ സോണും ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ഒരു ക്വിക്ക് ഫാൾ ഉണ്ടായത്. ദെൻ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു. ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിമാൻഡ് സോണിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ നോക്കി. ആൻഡ് അവിടെയും നമുക്ക് നിഫ്റ്റിയിൽ കണ്ട മാതിരി ഫെയിലിയർ ഉണ്ടായിരുന്നു. ദെൻ ബാക്ക് ടു ഒന്നും കൂടി ഫാൾ ആയി. ഈവൻ 48,800 വരെയും ഒരു ടൈമിൽ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ടുള്ള 49,000 ബാങ്ക് നിഫ്റ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിലേക്ക് ഒന്ന് തിരിച്ച് വന്നതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കിനി എവിടെയാണ് നമുക്ക് ഇനി നമുക്ക് ആ ലെവൽസിലേക്ക് തിരിച്ചു പോകുകയില്ലേ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ OA ഒന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി OAL ഒന്ന് സെറ്റ് ആയതേക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും 49,000 സ്ട്രാഡിൽ ഫോർമേഷനായിട്ട് ഉള്ളത്. അവിടെ ലാർജ് നമുക്ക് ലാർജ് കോൾ റൈറ്റിംഗ് അല്ല വന്നേക്കുന്നത്. അവിടെ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ കോൾ റൈറ്റിംഗ് വന്നാൽ മാത്രമാണ് നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി തന്നെ ഉണ്ടാവുള്ളൂ. ബട്ട് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. സ്ലൈറ്റ്ലി സപ്പോർട്ടായിട്ട് 48,500 ലാർജ് സപ്പോർട്ടായിട്ടുള്ളത് 49,500 ആണ്. അപ്പോൾ 49,500 ആണ് ലാർജ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അവിടെ നമുക്കിപ്പോൾ സപ്പോർട്ട് വളരെ കുറവ് മാത്രമാണ്. അവിടെ നമ്മൾ ഇപ്പോൾ ഇനി സപ്പോർട്ടായിട്ട് അവിടെ നിൽക്കുന്നില്ല, ലാർജ് റെസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് 49,500 ഒന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ കുറച്ചും കൂടി ഒന്ന് ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട് 49,000. ആൻഡ് 48,500 നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ബട്ട് സപ്പോർട്ട് നമുക്ക് സ്ലൈറ്റ്ലി നമുക്ക് ശരിക്കും കുറഞ്ഞു നിൽക്കുകയാണ് ആ സപ്പോർട്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആ ഒരു 3 ലെവൽസിൽ തന്നെയുണ്ട്. 49,000 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ, അതായത് ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് വരാനുള്ള ഒരു ചാൻസ് ഹൈ ആയിട്ട് 49,000 നിൽക്കുന്നു. ആൻഡ് 49,500 റെസിസ്റ്റൻസ് നിൽക്കുന്നു. സപ്പോർട്ട് സ്ലൈറ്റാണ്, കുറവാണ്. ഞാൻ 48,500 നിൽക്കുന്നു. അപ്പോൾ PCR നോക്കുകയാണെങ്കിൽ 0.86 കുറച്ചും കൂടി ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബിലോ 1 ബിയറിഷ് ആയിട്ട് തന്നെ പറയാം. ആൻഡ് നിഫ്റ്റിയുടെ PCR നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ 0.68 ആണ്. ഒരു ഓവർസോൾഡ് PCR അടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് നമുക്ക് ഒരു PCR ഒരിക്കലും ഓവർസോൾഡ് പൊസിഷനിലായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ബിക്കോസ് 0.5 ആണ് ഓവർസോൾഡ് പൊസിഷൻ. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു റീബൗണ്ട് വരാം. ബട്ട് അറ്റ് ദ കറണ്ട് സ്റ്റേജിൽ നമുക്കൊരു റീബൗണ്ടിനൊന്നും OA അനാലിസിസിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OA അനാലിസിസിൽ വെച്ചിട്ട് നമ്മൾ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീക്കാണ് ബട്ട് നമ്മൾ ഒരു കംപ്ലീറ്റ്ലി ഔട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഒരു കൺസോൾട്ടേഷൻ പോലെയാണ്. കാരണം അറ്റ് ദ മണിയിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് പോലെ നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIs ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് ഇതിനെ കണ്ടേക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാം. FIസിൻ്റെ ഡെയിലി ഓപ്ഷൻസിൽ നോക്കിയാൽ അവർ മാക്സിമം കോളിന് അൺവൈൻഡ് ചെയ്യുന്നു. ആൻഡ് പുട്ടും അവർ അൺവൈൻഡിങ് ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, അവർ ലോങ് ബിയറിഷിലേക്ക് വന്നിട്ടില്ല. ആൻഡ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് വന്നിട്ടുണ്ട്. സെല്ലിങ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നല്ല രീതിയിലുള്ള നല്ല സെല്ലിങ് തന്നെ ഉണ്ടായിരുന്നു. ആ സെല്ലിങ് അവിടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ആൻഡ് OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം.
കുറച്ചും കൂടി ഒരു ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം. ലാസ്റ്റ് ഡേ ഒരു 3 ദിവസമായിട്ട് നല്ലൊരു ഫോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ബിയറിഷിൽ ചെറിയ അത്രയും ഒരു ഫോള് വന്നിട്ടില്ല. ആ ഒരു ബിയറിഷ് ഹോൾഡ് ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ OI ഇൻഡെക്സ് ഓപ്ഷൻസ് വെച്ച് നോക്കിയാലും ബിയറിഷാണ്. ബട്ട് എന്താ പറയുക, നമുക്ക് ഒരു ഔട്ടായി എന്ന് പറയാം. അതായത് വീണ്ടും ഒരു ഫാളിനുള്ള ഇത് FISൻ്റെ ഭാഗത്ത് നിന്ന് അധികം ഒരു പുഷ് ഉണ്ടായിട്ടില്ല. ആൻഡ് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അവർ സെൽ സൈഡാണ് നിൽക്കുന്നത്. ചെറുതായിട്ടൊന്ന് ബൈയിങ്ങിൽ വന്നു ആൻഡ് വീണ്ടും അവർ സെല്ലിങ് ചെയ്തിട്ടുണ്ട്. -46,000 ഹ്യൂജ് സെല്ലിങ് വന്നേക്കുന്നത് ജസ്റ്റ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ മാത്രമാണ്. ആൻഡ് ബാക്കി എല്ലായിടത്തും അവരൊരു ന്യൂട്രൽ ഇതാണ് കൊടുത്തേക്കുന്നത് ബൈ FISൻ്റെ ഭാഗത്ത് നിന്ന്. നമുക്ക് പ്രോ നോക്കാം. പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് നോക്കാം. പ്രോ കുറച്ചും കൂടി ഒരു ബിയർ സെൻറ്റിമെൻറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാം ലോങ്ങിലേക്ക് പുട്ട് ഇറങ്ങുന്നു ആൻഡ് കോൾ അൺവൈൻഡ് ചെയ്യുന്നു. നല്ല രീതിയിൽ തന്നെ ബിയറിഷാണ്. ബട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അവർ ബൈ സൈഡ് ചെയ്യുന്നു. 9,000 അടുത്തുനിന്ന് ഒരു മിക്സഡ് വ്യൂ അവിടെ നമുക്ക് കിട്ടി. ആൻഡ് OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ DAS, അതായത് പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ലാർജിലേക്ക്, അതായത് മേളിലേക്ക് കോൾ അൺവൈൻഡും പുട്ടും, അവിടെയും പുട്ട് ലോങ്ങിലേക്ക് നമുക്ക് നല്ല ബിയറിഷ് സെൻറ്റിമെൻറ്റ് വരുന്നു. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ആ സെല്ലിങ് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ബിക്കോസ് സെല്ലിങ്ങിൽ ഹ്യൂജായിട്ട് വന്നിട്ടില്ല. സെല്ലിംഗ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഈവൻ -24,000 തേഴ്സ്ഡേ ഉണ്ടെങ്കിൽ ഫ്രൈഡേ അത്രയും ഫോൾ ഉണ്ടായിട്ട് ആ സെല്ലിംഗ് ഒന്ന് കുറച്ചേക്കാണ് ചെയ്യുന്നത്. -15,000 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു മിക്സഡ് വ്യൂ ആണ് FIDA ഡാറ്റ അടുത്ത് നിന്നും ആൻഡ് OI അനാലിസിസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാഷ് മാർക്കറ്റിൽ നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ FISൻ്റെ നല്ലൊരു സെല്ലിംഗ് ആണ് ഉണ്ടായിട്ടുണ്ട്. -2,300 ഓൾമോസ്റ്റ് 2,400 അടുത്ത് ക്രോർ സെൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് DAS ബൈ ചെയ്തിട്ടുണ്ട് 691 crore. FIS സെല്ലിംഗ് ആണ് -2,000 നിയർ ടു 400 FIS സെൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ ഒരു ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് കാരണം ഇൻഡെക്സ് ഇക്വിറ്റീസിലാണ് അവർ അധികം എന്താ പറയുക, നമുക്ക് നല്ല ഒരു ലോങ് ഒരു വിഷൻ ഇല്ലാണ്ട് അവർ സ്ലൈറ്റ്ലി സെല്ലിങ്ങും ആൻഡ് ബൈയിങ് ആണ് ക്യാഷ് മാർക്കറ്റിൽ അവർ നടത്തിയേക്കുന്നത്. എനിവേ, അപ്പോൾ അതാണ് അവിടെയും ഒരു ഇൻഡിസിഷൻ പോലെയാണ്, ഒരു ഡയറക്ഷൻ ഇല്ലായ്മ നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 4 hour ടൈം ഫ്രെയിമും കൂടി ഒന്ന് നോക്കാം. മീൻസ് എങ്ങനെയാണ് നമുക്ക് ഇനി മൺഡേയിലേക്ക് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി തന്നെ നോക്കാം. ബാങ്ക് നിഫ്റ്റി നല്ലൊരു റാലി കഴിഞ്ഞു. ഇവിടെ നിന്ന് നല്ലൊരു റാലി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ഇവിടെ ആയിരുന്നു നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായത് 49,000 ആയിരുന്നു. ആൻഡ് വൺസ് 49,000 ബ്രേക്ക് ചെയ്തിട്ടാണ് ഓൾസോ നമുക്ക് ഒരു റീടെസ്റ്റും ബാങ്ക് നിഫ്റ്റി അവിടെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ക്ലിയർ ചെയ്ത് കാണാം. വൺസ് ഇത് ബ്രേക്ക് ചെയ്തു, ഒരു റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ നോക്കേണ്ടത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് 1 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് 1 hour ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്കൊരു സ്വിംഗ് ഹൈ എവിടെയാണ് കിട്ടുക എന്ന് നോക്കാം. ലാസ്റ്റത്തെ ഒരു സ്വിംഗ് ഹൈ വന്നേക്കുന്നത് വൺസ് ബാങ്ക് നിഫ്റ്റി ഒരു നല്ല ഫോൾ ഉണ്ടായി. ആൻഡ് ഇവിടെ നിന്ന് നമുക്കൊന്ന് റീബൗണ്ടിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അവിടെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി നല്ലൊരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വൺസ് ഇവിടെ ഇവിടെയും ഒരു റീടെസ്റ്റ് എടുത്തിട്ട് പിന്നെയും ആ ഒരു ഹൈ, ഈവൻ നമുക്കൊരു ഹൈ വന്നു പിന്നെ അവിടെ റീടെസ്റ്റ് വന്നു, ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മേ ബി നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇനിയും ആ ഒരു ട്രെൻഡ് റിവേഴ്സായി എന്ന് തന്നെ പറയാം. ആൻഡ് ട്രെൻഡ് കണ്ടിന്യൂ ആവുന്നുണ്ട് ശരിക്കും നമുക്ക് ലാസ്റ്റ് ഡേ, അതായത് നമുക്ക് ഫ്രൈഡേ ഉണ്ടായ ഫോള്, അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി ആ ഒരു ഫോള് തുടരാൻ തന്നെയാണ് മാക്സിമം ചാൻസ് ഉള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ള 2 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ആ കാര്യമാണ്. ആൻഡ് ഇനി നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റിയിൽ എങ്ങനെയാണ് 1 hour ടൈം ഫ്രെയിം എന്ന് വെച്ച് തന്നെ നമുക്ക് നോക്കാം. നിഫ്റ്റിക്കും നല്ലൊരു ഹൈ എന്നാണ് ഒരു ഫോൾ ഉണ്ടായത്. ഈവൻ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവലായ 22,500 ബ്രേക്ക് ചെയ്തു. അവിടെ ഒന്നൊരു റീടെസ്റ്റും നിഫ്റ്റി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് അതും നമുക്ക് ഫെയിലിയർ ആയിട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇനി മൺഡേ അത് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുകളിൽ അത് ഓപ്പൺ ആയിട്ട് ഈവൻ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണൊക്കെ വന്നാൽ തന്നെ ഓപ്പൺ ആയിട്ട് അതിൻ്റെ താഴേക്ക് 22,500 താഴേക്ക് പോയിട്ട് വീണ്ടും ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ നമുക്ക് കുറച്ചും കൂടി മീൻസ് മാർക്കറ്റ് ഒന്നും കൂടി മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതല്ല നമുക്ക് ഫ്രൈഡേ ലോ ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടി ബിയറിഷ് സെൻറ്റിമെൻറ്റ്
സെൻറ്റിമെൻറ്റ് തുടരാനാണ് ചാൻസ്. നമുക്ക് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട 2 പോയിൻ്റ് രണ്ട് സ്ഥലത്തും നിഫ്റ്റിക്കാണെങ്കിലും ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഹൈലി കോൾ റൈറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ. ഈവൻ അവിടെ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ പോലെയാണ് ഫീൽ ആവുന്നത്. അതായത് 22,500 എന്ന റേഞ്ചിൽ നല്ല സ്ട്രാഡിൽ ഫോർമേഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇനി ഹ്യൂജ്ലി അവിടെ ഒരു ബിൽഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസ് വരുന്നത് തന്നെ 22,700 ആൻഡ് സ്ലൈറ്റ്ലി ഇൻ 22,600 ആണ്. അപ്പോൾ നമ്മൾ ഒരു കൺസോൾട്ടേഷനാണ് കുറച്ചും കൂടി ഒരു അപ്രോച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ എടുത്തേക്കുന്നത്. ആൻഡ് ഈവൻ ബാങ്ക് നിഫ്റ്റിക്കും 49,000 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ 49,000 ഒരു കൺസോൾട്ടേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നമ്മുടെ ഇൻട്രാഡേ നമുക്ക് ഒരു മിഡ് ക്യാപ്പിൽ നോക്കാം. മിഡ് ക്യാപ്പിൽ നമ്മൾ പറഞ്ഞു നല്ലൊരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ആൻഡ് അവിടെ നമുക്ക് ഓൾമോസ്റ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് മിഡ് ക്യാപ്പ് നിഫ്റ്റി. ആൻഡ് ഈവൻ മിഡ് ക്യാപ്പിൽ ആ ഒരു സപ്ലൈ സോണിൽ വന്നിട്ട് ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് പുൾ ബാക്കിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് ഇവിടെ നമുക്കൊരു ഹൈ ബ്രേക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് നല്ലൊരു ഹൈയിലേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു ലോ ഇന്നലത്തെ അതായത് ഫ്രൈഡേ ലോ ബ്രേക്ക് ചെയ്താൽ ഈവൻ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമുക്ക് നമുക്കൊരു ഫാൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആൻഡ് നമ്മൾ നമുക്ക് നമ്മുടെ ലെവൽസ് എങ്ങനെ ബ്രേക്ക് ചെയ്യും എന്നുള്ള കാര്യം വരെയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് മാക്സിമം നമ്മൾ പറഞ്ഞു ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ പോലെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ അപ്രോച്ച് വന്നിട്ടുണ്ട്. ലാർജ് കോൾ റൈറ്റിംഗ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു ഷോർട്ട് കവറിങ് റാലിയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ 49,000 ബ്രേക്ക് ചെയ്ത് അവിടെ നമുക്ക് ഇനി റാലി ഉണ്ടാവും എന്ന് പറഞ്ഞ് അവർ അപ്രോച്ച് ചെയ്ത് ആൻഡ് സ്വിംഗ് ഹൈനെ നോക്കുക അവിടെ ഒരു റീടെസ്റ്റ് വരുന്നുണ്ടോ, എന്നിട്ടൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ നമുക്കൊരു റാലി ആ സൈഡിലേക്ക് മേളിലേക്കാണെങ്കിൽ അവിടെ പോകണമെങ്കിൽ നമുക്ക് ഈവൻ മേളിലേക്ക് പോകാം. അതല്ല നമുക്ക് ഫ്രൈഡേ ലോ ബ്രേക്ക് ചെയ്താൽ ഈവൻ കുറച്ചും കൂടി ബിയറിഷ്നെസ് കൂടാനുള്ള ചാൻസ് തന്നെയാണ്. ബിക്കോസ് അവിടെയൊന്നും നമുക്ക് പുട്ട് റൈറ്റിംഗ് വന്നിട്ടില്ല. മാക്സിമം പുട്ട് റൈറ്റിംഗ് എല്ലാത്തിലും നിഫ്റ്റിക്കാണെങ്കിലും ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും കുറച്ച് എവേ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അറ്റ് ദ മണിയിൽ ഇപ്പോൾ നല്ല ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു മിക്സഡ് വ്യൂസാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മൺഡേയിലേക്കുള്ള ഒരു അനാലിസിസിൽ പറയാനുള്ളത്. ഈവൻ നമ്മൾ നമ്മുടെ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ചെറിയൊരു ലിമിറ്റഡ് ലോ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഒരു ട്രേഡ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇൻ ബാങ്ക് നിഫ്റ്റിയിൽ. ഈവൻ നമുക്കത് മേളിലേക്ക് നമ്മൾ ഡൗൺ സൈഡാണ് നോക്കുന്നത്, മേളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ലോസിൽ അത് ഇറങ്ങേണ്ടി വരും. ഈവൻ നമുക്ക് താഴേക്ക് തന്നെയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ആ ഒരു നല്ല രീതിയിൽ നിങ്ങൾ ക്യാപിറ്റൽ സേഫ് ചെയ്തിട്ടുള്ള ട്രേഡ്സിൽ കയറാനും ശ്രമിക്കുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.